ആഷസ് സീരീസിലെ ഒന്നാം ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 172 റൺസിന് ആൾ ഔട്ട്. ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് തകർത്തെറിഞ്ഞതോടെ ഇംഗ്ലണ്ട് അടിപതറുകയായിരുന്നു. 13 ഓവറുകൾ പന്തെറിഞ്ഞ സ്റ്റാർക്ക് 58 റൺസുകൾ വഴങ്ങി 7 വിക്കറ്റുകൾ സ്വന്തമാക്കി. ആഷസിൽ 100 വിക്കറ്റ് എന്ന നേട്ടവും സ്റ്റാർക്ക് പെർത്തിൽ നേടി. ഇന്നിംഗ്സിലെ ആദ്യ 6 ഓവറുകളിലെ എല്ലാ പന്തുകളും 140-ന് മുകളിൽ വേഗതയിലാണ് സ്റ്റാർക്ക് എറിഞ്ഞത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ താരത്തിന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കൂടിയാണിത്. അർദ്ധ സെഞ്ചുറി നേടിയ ഹാരി ബ്രൂക്സ് ആണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. 61 പന്തിൽ 52 റൺസാണ് ബ്രൂക്സ് നേടിയത്. ഓലി പോപ്പ് 58 പന്തിൽ 46 റൺസും നേടി. ജെയ്മി സ്മിത്ത് 22 പന്തിൽ 33 റൺസ്. മറ്റാർക്കും ഇംഗ്ലണ്ട് നിരയിൽ വലിയ സ്കോറുകൾ ഉയർത്താനായില്ല. മത്സരത്തിൽ ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച തുടക്കമല്ല ഇംഗ്ലണ്ടിന് ലഭിച്ചത്. ആദ്യ ഓവറിലെ 6-ാം പന്തിൽ ഇംഗ്ലണ്ട് ഓപ്പണർ സാക് റൗളിയെ ഉസ്മാൻ ഖവാജയുടെ കയ്യിലെത്തിച്ചാണ് സ്റ്റാർക്ക് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. ബെൻ ഡക്കറ്റും ഓലി പോപ്പും ചേർന്ന് ശ്രമിച്ചെങ്കിലും സ്കോർ 33-ൽ നിൽക്കെ ഡക്കറ്റും സ്റ്റാർക്കിന്റെ മുന്നിൽ വീണു. ജോ റൂട്ടിന് റൺസ് ഒന്നും നേടാനായില്ല. ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന് 6 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ജെയ്മി സ്മിത്ത് എന്നിവരും സ്റ്റാർക്കിന്റെ ബോളിങ്ങിന് മുന്നിൽ പതറിയതോടെ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. 115-ന് 5 എന്ന നിലയിൽ നിന്ന് ഇംഗ്ലണ്ടിന് 57 റൺസ് എടുക്കുന്നതിനിടെ ശേഷിക്കുന്ന വിക്കറ്റുകൾ കൂടി നഷ്ടമാവുകയായിരുന്നു.